ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. പാർട്ടിയുടെ നെടുംതൂണായ പിണറായിയെ മാറ്റുന്ന കാര്യം CPIM-ന് മുന്നിൽ ഇല്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. മാതൃഭൂമി ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് M.V. ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പിൽ CPIM-നെ ഏറെ വെട്ടിലാക്കിയ വെളിപ്പെടുത്തലായിരുന്നു ഇ.പി. ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച. പാർട്ടി സമ്മർദ്ദത്തിലായി വിവാദത്തിന് പിന്നാലെ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചെങ്കിലും ജയരാജനെതിരെ ഉള്ളിൽ കടുത്ത എതിർപ്പാണ് ഉയർന്നത്. റിസോർട്ട് വിവാദവും വിവാദ വ്യക്തികളുമൊത്തുള്ള ചങ്ങാത്തവുമടക്കം പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിയ LDF കൺവീനറുടെ ജാവ്ദേക്കർ കൂടിക്കാഴ്ച പാർട്ടി ഗൗരവതരമായി പരിശോധിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. അതേസമയം തോൽവിയിൽ പിണറായിയെ മാറ്റി നിർത്തിയുള്ള തെറ്റുതിരുത്തൽ ആവശ്യമില്ലെന്നും ന്യൂനപക്ഷ പ്രീണനമെന്നത് BJP പ്രചാരവേലയെന്നും M.V. ഗോവിന്ദൻ പറയുന്നു. അതിനിടെ തോൽവി വിലയിരുത്താൻ ചേർന്ന CPIM എറണാകുളം, തൃശൂർ ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നു. ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം മോശമാണ്. നേതാക്കളും ഭരണകർത്താക്കളും ബലം പിടുത്തം തുടർന്നാൽ ജനങ്ങൾ ഉപേക്ഷിക്കും. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണമെന്നും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നിർദ്ദേശമുയർന്നു. അതേസമയം തൃശൂരിൽ ക്രൈസ്തവ സഭകൾ BJPയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിന് വേണ്ടിയാണെന്ന് CPIM ജില്ലാ കമ്മിറ്റിയിൽ ആരോപണമുയർന്നു. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് നീക്കാമെന്ന് BJP ധാരണയുണ്ടാക്കിയെന്നാണ് ആരോപണം. മണിപ്പൂർ വിഷയം തൃശൂരിൽ ഏശിയില്ലെന്നും നിരീക്ഷണമുണ്ടായി. ഭരണവിരുദ്ധ വികാരം തൃശൂരിലെ തോൽവിക്കിടയാക്കിയെന്നും ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും വിമർശിച്ചു. 24 തിരുവനന്തപുരം.